അപ്പം നമസ്കാരം. പുതിയ വീഡിയോ ആണ്. നമ്മളെ മലവട്ടത്ത് നമ്മളെ ദേശീയപാതൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം കേട്ടോ, പുതിയ ഭഗവതി ക്ഷേത്രം. നമുക്ക് അങ്ങോട്ട് അധികം പോയി എടുക്കാൻ കഴിയില്ല വീഡിയോ. ദൂരത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് കാഴ്ചകൾ കാണാം കേട്ടോ. അരുവിൽ തറവാട് ക്ഷേത്രം. കുറേ മൂർത്തികളുണ്ട് കേട്ടോ. ഗുളിയൻ, തമ്പുരാട്ടി, അങ്ങനെ കുറേ മൂർത്തികളുണ്ട്. അപ്പോൾ കണ്ണൂക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ പറഞ്ഞത് നമ്മളെ വലിയ തമ്പുരാട്ടി, വലിയ മുടിച്ച തെയ്യം കേട്ടോ. അപ്പോൾ നമ്മുടെ ദേശീയപാതേൻ്റെ മലവട്ടത്ത് നടുക്ക് സെൻറ്ററിലാട്ടോ. ഇപ്പോൾ തെയ്യം കഴിഞ്ഞു തോന്നുന്നു, കളിയാട്ടം കഴിഞ്ഞു. അതിൻ്റെ ഇതെല്ലാം കാണുന്നുണ്ട്. പുറത്ത് ഗുളിയൻ ദേവസ്ഥാനമുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറം നാഗുണ്ട്. ഇത് പിന്നെ അവരെ ഓഫീസും കാര്യമല്ല കേട്ടോ, ക്ഷേത്രത്തിൻ്റെ ഓഫീസാണ്. നമ്മളെ വളവട്ടണം ബൈപ്പാസിൻ്റെ സെൻറ്ററിൽ. ഇതിലിപ്പം അതിൻ്റെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ വണ്ടി ബൈപ്പാസിൽ കയറി വണ്ടി ഇങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. കാഴ്ചകൾ ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, ഞായറാഴ്ചയിലും വർക്ക് നടക്കുന്നുണ്ട്. നമ്മളെ ഒരു പണിക്കാരെല്ലാം പോകുന്നുണ്ട്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമാണ് എനിക്ക്. ക്ഷേത്രം ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതാരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. എന്നുവെച്ചാൽ ഈ വളവട്ടണ ഈ പുഴേൻ്റെ നടുക്ക് ഇങ്ങനെ ക്ഷേത്രമുണ്ട്. പുഴക്ക് നടുക്കല്ല, എന്നാലും ബൈപ്പാസ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമെല്ലാം നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത്രയും വേണ്ടി ഒരു കാണിക്കാൻ ഞാൻ ഇടാം. ദൈവേ, ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ. ക്ഷേത്രം കാണുമ്പോൾ വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ ഈ ക്ഷേത്രം കാണാൻ പറ്റണമെങ്കിൽ നമ്മളെ പാപ്പിനശ്ശേരിയിൽ നിന്ന് നമ്മളെ ബൈപ്പാസ് വരുന്നുണ്ടല്ലോ, അതിൽ കയറി നേരെ വരിക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ അവരെ ഹെഡ് ഓഫീസും കാര്യങ്ങളുണ്ട് ദേശീയപാതേൻ്റെ. അവിടെ നേരെ ഇങ്ങോട്ട് വരിക. നേരെ വന്നാൽ ഇവിടെ എത്തും. നമ്മൾ ഈ മലവട്ടണം പുഴേൻ്റെ ഇവിടെ എത്തും. അന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ചുകൂടി എടുത്ത് വിഷയിലൊന്ന് കാണിച്ചു തരട്ടാ. നിങ്ങൾ അതിൻ്റെ ഇത് നോക്കിയാൽ ശൈലി ക്ഷേത്രത്തിൻ്റെ കിഴക്കോട്ട് മുഖവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റ് ദേശീയപാതേൻ്റെ വീഡിയോയിൽ 1, 2, 3 എങ്ങനെല്ലാം കാണിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടൽ. അപ്പോൾ ഫസ്റ്റത്തെ എൻട്രി ഉണ്ടാവില്ല കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇത് ക്ഷേത്രത്തിനായിട്ട് പുറത്തുനിന്ന് ഞാൻ വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആരും തട്ടിക്കളയാൻ പാടില്ല. അങ്ങനെ ഈ ക്ഷേത്രം കാണാൻ വരുന്നവർ നമ്മളെ പാപ്പരശ്ശേരിയിൽ നിന്ന് നമ്മളെ ബൈപ്പാസിലേ വരിക. അപ്പം വരുന്ന ബൈപ്പാസിൻ്റെ വന്നാൽ ക്ഷേത്രം കാണാൻ പറ്റും കേട്ടോ.